ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നാസിക്കിൽ നിന്നും എല്ലായിടത്തേക്കുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും ഈ യൂട്യൂബ് മാധ്യമത്തിലൂടെ ഇങ്ങനെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച വലിയ ഭാഗ്യ പദവിയോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ വിലപ്പെട്ട കാര്യമാണ്. സാധാരണ പൊതുവെ ജനങ്ങൾ എടുക്കാറില്ലാത്ത ഒരു ക്ലാസ്സാണെന്ന് ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞു. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. നമ്മുടെ പ്രാണൻ്റെ രക്ഷ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ പ്രാണൻ്റെ രക്ഷ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ ശരിക്കും മനസ്സിലാക്കി നമുക്ക് ഈ രക്ഷ നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിത്യതയിൽ നമുക്ക് തീരാ നഷ്ടമായി മാറും. അതുകൊണ്ട് അത് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രാണൻ്റെ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ബൈബിളിൽ നിന്ന് തന്നെ ഒരു പാത്രത്തെ എടുത്ത് കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് താൻ വിജയജീവിതം നയിച്ചത് അതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് മറ്റാരുമല്ല, കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനായ അപ്പോസ്തലനായ പൗലോസ്ലീഹ. പൗലോസ്ലീഹയുടെ ജീവിതം നമുക്ക് എത്രമാത്രം മാതൃകയാണ്. താൻ വളരെ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞു, 1 കൊരിന്ത്യർ 11:1, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. ഇങ്ങനെയൊരു അനുകരണീയമായ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം പൗലോസിനെ ഒരുക്കിയത് കർത്താവാണ്. നമുക്കറിയാം തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, തൻ്റെ ആരംഭം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. നമുക്ക് ആ ആരംഭം നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം. അവിടെ ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയ ആളാണ് ശൗൽ എന്ന് നമുക്കറിയാം. തൻ്റെ ആദ്യത്തെ പേരാണ് ശൗൽ. അപ്പോൾ ഈ ശൗല് ദമസ്കസിലുള്ളവരെയും കൂടി പിടിച്ചു കെട്ടി അവരെയും യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് മഹാപുരോഹിതന്മാരുടെ പക്കൽ നിന്നും അധികാരപത്രം നേടി താൻ പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ വായിക്കുന്ന 9-ാം അധ്യായത്തിൽ ഞാൻ അതിൻ്റെ 3 വാക്യം ഒരു വായിക്കാം. അവൻ പ്രയാണം ചെയ്ത് ദമസ്കസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. നോക്കണം, ഇവിടെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ആ ദൈവം എന്നാണ് നമ്മൾ 1 തിമോത്തി 6:16 വായിക്കുന്നത്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആ വെളിച്ചം ഒന്ന് മിന്നി. ആ മിന്നലിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ശൗൽ താഴെ വീണു. മാത്രമല്ല, താൻ അന്ധനായി തീർന്നു. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ താന് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം അവിടെ യൂദ എന്ന് പറയുന്ന, നമുക്കറിയാം, എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ യൂദ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ താൻ പോയി ഇരിക്കുക. താൻ ഇപ്പോൾ പ്രാർത്ഥനയില്ല. അപ്പോൾ ദൈവം അനനിയാസ് എന്ന തൻ്റെ ഒരു ശിഷ്യന് ഒരു ദർശനത്തിൽ വെളിപ്പെട്ടിട്ട് തന്നോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? അനനിയാസേ, നീ ഈ തെരുവിൽ പോകണം, നേർവീതി എന്ന തെരുവിൽ പോകണം, യൂദായുടെ വീട്ടിൽ പോകണം. അവിടെ ഈ ശൗൽ എന്ന് പറയുന്ന വ്യക്തിയെ അന്വേഷിക്കണം. അവൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശൗലിനെയാണ് ഇവിടെ അനന്യാസ് കാണുന്നത്. എന്നാൽ ഇവിടെ അനന്യാസ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അനന്യാസ് ആവപ്പാട് കേട്ടപ്പോൾ ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. കാരണം അനന്യാസ് ഇവനെക്കുറിച്ച് കേട്ടിരുന്നത് എന്താണ്? കർത്താവെ, ആ മനുഷ്യൻ, അതിൻ്റെ 13-ാം വാക്യം മുതൽ, അതിന് അനന്യാസ്, കർത്താവെ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തുവെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. നോക്കണേ, ഈ സംഭവങ്ങളെല്ലാം അവിടെ എല്ലാം പാട്ടാ. ആൾക്കാരെല്ലാം പേടിച്ചിരിക്കുക. വിശ്വാസികൾക്ക് പുറത്തിറങ്ങാൻ ഭയം.
അങ്ങനെയുള്ള സമയത്താണ് ഇവിടെ ഒരു നിയോഗം. സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് പിന്നെ മാൻ ചെല്ലുന്നത് പോലെ, അവൻ്റെ നല്ലൊരു ആഹാരം അങ്ങ് ചെല്ലുന്നത് പോലെ, അങ്ങനെയാണ് ഇവിടെ അനന്യാസ് ചിന്തിക്കുന്നത്. എന്നാൽ കർത്താവ് അനന്യാസോട് പറയുന്ന വാക്ക് കേട്ടോ, എത്ര അനുഗ്രഹീതമായ വാക്കല്ലേ. അതിൻ്റെ 15-16 വാക്യം. കർത്താവ് അവനോട്, നീ പോവുക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. നോക്കണേ, എത്ര വലിയ കാര്യമാണ്. ശൗലിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒന്നും അനന്യാസ് അറിയുന്നില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ എന്നാ നേരം വേണം പ്രിയമുള്ളവരെ. ഇവിടെ ശൗലാകപ്പാടെ ആൾ മാറിയിരിക്കുന്നു. അവിടെ അനന്യാസ് കടന്നു ചെല്ലുന്നു. അനന്യാസ് കടന്നു ചെന്ന് ശൗലിൻ്റെ മേൽ കൈവയ്ക്കുന്നു. ശൗലിന് കാഴ്ച ലഭിക്കുന്നു. താൻ വീണ്ടും കർത്താവിൻ്റെ സാക്ഷിയാകുക. നോക്കണം, കർത്താവ് സ്നാനമേൽക്കുന്നു. സ്നാനമേറ്റ് താൻ കർത്താവിൻ്റെ സാക്ഷിയായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, ഈ സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ബലപ്പെടാൻ കഴിയും. ഇന്ന് അനേക വിശുദ്ധന്മാർക്കും ബലപ്പെടാൻ കഴിയാത്തതിന് ഒരു കാരണം, അനേക കാരണമുണ്ട്, ഒരു കാരണം അവർ സാക്ഷ്യം വഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ശൗല് താൻ കാഴ്ച ലഭിച്ചു, താൻ സ്നാനമേറ്റു. അന്ന് മുതൽ താനൊരു നല്ല ഓട്ടം ഓടാൻ ആരംഭിക്കുക. കർത്താവിനെ സാക്ഷിക്കുന്നതിൽ താൻ വളരെ പ്രാഗൽഭ്യത്തോടെ കർത്താവിനെ സാക്ഷിച്ചു പോന്നു. അതുകൊണ്ടാണ് അതിന് 29 അപ്പോസ്തലപ്രവൃത്തി 9:22 ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. നോക്കണോ, എത്ര ശക്തമായിട്ട ദൈവം തന്നെ ഉപയോഗിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഉപയോഗിക്കുന്ന വ്യക്തികളോടാണ് ഈ ശത്രുവിന് ഏറ്റവും വലിയ പകയുള്ളത്, വിദ്വേഷമുള്ളത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിലും പ്രത്യേകം ഒരു ഓർപ്പിച്ചൊരു വാക്യമുണ്ട്. ഏതെന്നറിയാമോ? മർക്കോസ് 8:35. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം. പ്രിയമുള്ളവരെ, ഇന്ന് അനേക വിശുദ്ധന്മാർ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുന്നില്ല, കർത്താവിൻ്റെ സാക്ഷികളാകുന്നില്ല, സുവിശേഷം അറിയിക്കുന്നില്ല. ഇന്ന് മറ്റൊരു സുവിശേഷമൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥ രക്ഷകനെക്കുറിച്ചുള്ള രക്ഷയുടെ സുവിശേഷം അറിയിക്കുന്നവർ ഇന്നത്തെ തലമുറയിൽ വളരെ കുറവാണ്. അങ്ങനെയുള്ളവർക്ക് വളരെ പ്രതികൂലമുണ്ട്. അവർക്ക് അവരുടെ പ്രാണനെ ത്യജിക്കേണ്ടി വരുന്നു. ഇവിടെ പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്കറിയാം, അതിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്ന ഒരു സാക്ഷ്യം: എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. പ്രിയമുള്ളവരെ, എല്ലാ വിശുദ്ധന്മാർക്കും ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് ഈ സുവിശേഷ വേല എന്നുള്ളത്. എല്ലാവരും സുവിശേഷത്തിൻ്റെ സാക്ഷികളാണ്. നമുക്കെല്ലാവർക്കും അതിനുള്ള കടപ്പാടുണ്ട്. അത് ഏതെങ്കിലും ഒരു വിവാഹത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന കാര്യമേ അല്ല. ദൂതന്മാർ കൂടി ലഭിക്കാത്ത വലിയൊരു അവകാശം രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ദൈവം തന്നിരിക്കുക. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഈ സുവിശേഷം അറിയിക്കുന്ന ബന്ധത്തിൽ തൻ്റെ പ്രാണന് വലിയ നഷ്ടമുണ്ടാകുന്ന കാര്യമുണ്ട്. എന്നാൽ ഇവിടെ താൻ പറയുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അപ്പോൾ താൻ യെരൂശലേമിൽ പോയി കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടത് ആവശ്യമാണ്. ആ ഒരു വിഷയം വന്നപ്പോൾ നമുക്കറിയാം, നമ്മൾ അതിന് 21-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം: നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ കലക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പം താൻ യെരൂശലേമിലേക്ക് പോകരുതെന്ന അതിൻ്റെ 12-ാം വാക്യോട് വായിക്കാം. ഇത് കേട്ടാറെ യെരൂശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. നോക്കണേ, യെരൂശലേമിൽ പോകരുത്. കാരണം അതിൻ്റെ തന്നെ അതേ അധ്യായം അതിൻ്റെ 4-ാം വാക്യം, 21-ാം അധ്യായം 4-ാം വാക്യം:
അവർ പൗലോസിനോട് യെരുശലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു. നോക്കണം, ആത്മാവിനാൽ പറഞ്ഞു യെരുശലേമിലേക്ക് പോകരുത്. ഈ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും അതിൻ്റെ 20-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ പ്രത്യേകം അവിടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. നോക്കണം, പൗലോസ് തന്നെ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. നോക്കണേ പ്രിയമുള്ളവരെ, എത്ര വലിയ കാര്യമാണ്. നമ്മൾ സാധാരണ പ്രതികൂലമുണ്ടാകുന്ന കേട്ടാൽ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവദാസന്മാരിലൂടെ പോലും ദൂത് വരികയാണ്. നമ്മളതിൻ്റെ 21-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ പൗലോസിലെ ആയിരിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അവിടെ അതിൻ്റെ 10-ാം വാക്യം മുതൽ പുസ്തകപ്രവൃത്തി 21-ന്റെ 10 മുതൽ വായിക്കുമ്പോൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്ന് അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിൻ്റെ അരക്കച്ച എടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. നോക്കണേ, ഒരു പ്രവാചകൻ ശരിയായിട്ടുള്ള പ്രവചനമാണ്. അന്നത്തെ പ്രവചനങ്ങളെല്ലാം കൃത്യമാണ്. നോക്കണം, ഇത്ര വ്യക്തമായിട്ടും ഇതുപോലെ കെട്ടി യെരുശലേമിൽ ആ യഹൂദന്മാർ കെട്ടിയിട്ട് ജാതികളെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കുന്ന കഷ്ടങ്ങളും പീഡകളും ഉണ്ടാകുമെന്നാണ് പറഞ്ഞതിൻ്റെയൊക്കെ സാരം. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് പൗലോസിന് എന്തെങ്കിലും കുലുക്കമുണ്ടോ? എന്തെങ്കിലും അതിനകത്തുനിന്നൊരു പിന്മാറ്റമുണ്ടോ? ഇല്ല. കാരണം താൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് യെരുശലേമിലേക്ക് പോവുകയാണ്. തന്നെ ആത്മാവാ നടത്തുന്നേ. അതുകൊണ്ടാണ് അവനെ സമ്മതിച്ചുകൂടാ. അവൻ്റെ 21-ന്റെ 14 അവനെ സമ്മതിച്ചുകൂടായകയാൽ കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. അപ്പോൾ കാരണം അത് ദൈവഹിതമാണ്. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് ചില ഹിതങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ പൗലോസിനെ കുറിച്ചും ബർന്നബാസിനെ കുറിച്ചും പറയുന്ന ഒരു നല്ല സാക്ഷ്യം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 15-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർന്നബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണമെന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. ആരോട് കൂടെ? ആരൊക്കെയാണ്? എങ്ങനെയുള്ളവരാണ്? പ്രാണത്യാഗം ചെയ്തവരായ. നോക്കണേ, യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർന്നബാസും പൗലോസും. നോക്കണം, അവര് കർത്താവിന് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരാണ്. ഏത് നിലയിലും അവരെ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. അവർ കർത്താവിന് വേണ്ടി എന്തുമാകാനുള്ള നിർണയത്തിലാണ്. ഇന്നങ്ങനെ എത്ര പേരുണ്ട് പ്രിയമുള്ളവരെ? ഇന്ന് സാധാരണ എവിടെയെങ്കിലും ഇത്തിരി കഷ്ടമുണ്ടെന്ന് കേട്ടാൽ, എതിർപ്പുണ്ടെന്ന് കേട്ടാൽ ആ ഭാഗത്തേക്ക് ജനങ്ങൾ തിരിഞ്ഞു നോക്കത്തില്ല. ഇവിടെ മഹാരാഷ്ട്രയിൽ തന്നെ വന്നപ്പോൾ കുറച്ച് ദൈവദാസന്മാർ എൻ്റെ അടുക്കൽ വന്നു. ഇത് 98-ൽ നടന്ന സംഭവം. ഇവിടെ അക്കൽക്കുവ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവിടെ ഒരുപാട് മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. അവിടെ ഒരു നല്ല മീറ്റിംഗ് നടത്തണമെന്ന് അവർക്ക് വലിയ ആഗ്രഹം വർഷങ്ങളായിട്ടുണ്ട്. എന്നാൽ ആരും അവിടെ ചെല്ലാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അവർ എന്നോട് വന്ന് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് പറയാനാണ്, എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, സന്തോഷം. അവിടെ പ്രതികൂലം ഉണ്ടാവും. ഞാൻ പറഞ്ഞു, സന്തോഷം. കാരണം എവിടെ ദൈവം അയക്കുന്നോ അവിടെ കർത്താവ് കൂടെയുണ്ട്. ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും നമുക്ക് കർത്താവിൻ്റെ നാമമോഹത്തിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് തയ്യാറല്ലെങ്കിൽ നമ്മൾ ഏത് നിലയിലുള്ള കർത്താവിൻ്റെ ദാസനാണ്. ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ അവർ 3 ദിവസം അവിടെ മീറ്റിംഗ് വെച്ചു. അവിടെ ഒന്നാമത്തെ ദിവസം
പാട്ടെല്ലാം കഴിഞ്ഞ് ഒരു 7:30 ആയപ്പോൾ സന്ദേശം കൊടുക്കുവാൻ ആരംഭിച്ചു. സന്ദേശം കൊടുക്കാൻ ആരംഭിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ലൈറ്റ് കട്ടായി, ഇലക്ട്രിസിറ്റി കട്ട്. എന്നിട്ട് കൽമഴ ഭയങ്കരമായിരിക്കുന്ന, ആൾക്കാരെല്ലാം ചിതയോടി. ഒരു ഭയങ്കരമായ ഒരു സംഭവം അവിടെ ഉണ്ടായി. ആൾക്കാരെല്ലാം എന്നെ വളഞ്ഞു. എനിക്ക് കല്ലേറ് കൊള്ളാതിരിക്കാനായിട്ട് വളരെ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് എന്നെ ചേർത്ത് കൊണ്ടുപോയി. അപ്പോൾ അവിടെ പോലീസ് പ്രബന്ധം ഉണ്ടായിരുന്നു. അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ക്രിസ്ത്യാനിയാണ്, പിന്നെ തഹസിൽദാർ ക്രിസ്ത്യാനിയാണ്, പോലീസ് പ്രബന്ധമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഭയങ്കര പ്രതികൂലമായിരുന്നു. അവസാനം അവർ തീരുമാനിച്ചു, നമുക്ക് പകൽ മീറ്റിംഗ് നടത്താം. പിറ്റേ 2 ദിവസം പകല് 3 മണി മുതൽ 5:30 വരെ മീറ്റിംഗ് നടത്താനായിട്ട് കർത്താവ് ഇടയാക്കി. വളരെ സാരം പ്രിയമുള്ളവരെ, നമുക്ക് എത്രയെല്ലാം പ്രതികൂലമുണ്ടായാലും നമുക്ക് ഈ കർത്താവിന് വേണ്ടി നമ്മുടെ പ്രാണനെ വെച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണോ? ഒരുപാട് അനുഭവങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. കാരണം ഒരിക്കൽ ഞാൻ 91-92 കാലയളവിൽ ശാന്തി സേനയിൽ പീസ് കീപ്പിംഗ് ഫോഴ്സ്, UN ഫോഴ്സ്, അതിൽ 1 വർഷം കർത്താവിൻ്റെ കൃപയാൽ കർത്താവിനെ മഹത്വപ്പെടുത്താനിടയായി. ആ സമയത്ത് അവിടെ ഉള്ള ജനത്തോട് ഞാൻ സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ വലിയ പ്രതികൂലങ്ങളുണ്ടായി. വളരെ ജനങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ചിലരൊക്കെ ഇന്ന് അതിൽ നമ്മുടെ നാട്ടിലൊക്കെ ശുശ്രൂഷന്മാരായിട്ടുണ്ട്. എറണാകുളത്ത് ഉള്ള ഒരു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല ഒരു പദവിയിലുള്ള ഒരു സാറ്, ജോൺസൺ സാർ, ഇന്ന് കുടുംബമായിട്ട് ഒരു കർത്താവിൻ്റെ വേലയിലാണ്. അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട, അങ്ങനെ മറ്റു പലരും അവിടെ വെച്ച് രക്ഷിക്കപ്പെടാനും കർത്താവിൻ്റെ സാക്ഷികളാകാനും ഇടയായി. വളരെ പ്രതികൂലമുണ്ടായി. അപ്പോൾ ഈ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ഒരു ദിവസം അവിടെയുള്ള എല്ലാ സീനിയർ ഓഫീസേഴ്സ് ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്തു. അവരെന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. എന്നോട് പറഞ്ഞ്, ടോമി, നീ ഇത് നിർത്തിയില്ല എങ്കിൽ നീ ശത്രുക്കളുടെ ഉണ്ട കൊണ്ടല്ല, പിടിയുണ്ട കൊണ്ടല്ല, ഞങ്ങൾ തന്നെ നിന്നെ പിടിവെച്ച് കൊല്ലും എന്ന് പറയാനിടയായി. എന്നിട്ട് ചിന്തിക്കാൻ 24 മണിക്കൂറും തന്നു. ഞാൻ അന്നേരം തന്നെ അവർക്ക് ഉത്തരം കൊടുത്തു. എനിവേ, പറയുന്ന സാരം, നമ്മുടെ പ്രാണനെ ഇല്ലായ്മ ചെയ്യുവാൻ അവർ വളരെ പല നിലയിൽ പരിശ്രമിച്ചു. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ ഇവിടെ വിവരിക്കുന്നില്ല. ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ സാക്ഷിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് നമ്മുടെ പ്രാണനെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. നമുക്ക് നമ്മുടെ പ്രാണനെ അപ്രിയമായിട്ട് കാണുവാൻ കഴിയണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ജയാളിയായിട്ട് ജീവിക്കാൻ കഴിയൂ. പല നിലകളിൽ ഞാൻ നാട്ടിലൊക്കെ വരുന്ന സമയത്ത് സുവിശേഷം അറിയിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ നമ്മുടെ ഒരു വളരെ പ്രായമുള്ള പക്വതയുള്ള ഒരു അച്ചായനോട് കൂടെ വൈക്കം ചെമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ അവിടെ ഒരു വലിയ കൊട്ടാരം, വലിയ ധനാഢ്യനായ ഒരു മനുഷ്യൻ. ആ വീട് കണ്ടപ്പോൾ അച്ചായൻ പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് പോകണ്ട, അദ്ദേഹം ഒന്നും കേൾക്കില്ല. ഞാൻ പറഞ്ഞു, അച്ചായ അങ്ങനെയല്ല, നമ്മളൊരു സൈഡ് പിടിച്ച് പോകുമ്പോൾ എല്ലായിടത്തും പറയണം, അത് ആരാണേലും പറയണം. അങ്ങനെ അച്ചായനെയും കൂടെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളവിടെ പോയി പറയാനിടയായി. ഞാനിത് പറയാൻ കാരണം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കടിക്കുന്ന പട്ടിയുണ്ടെന്നൊക്കെ. വലിയ ഇരുമ്പിൻ്റെ വലിയ ഗേറ്റാണ്. എന്നാൽ ഞങ്ങളത് തുറന്ന് അകത്ത് കയറി. പട്ടിയൊന്നും വന്നില്ല, പട്ടി ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ചെന്ന് ഞങ്ങൾ വചനം പറഞ്ഞു. 82 വയസ്സുള്ള ചെറിയ അച്ചായൻ എന്ന് പറയുന്ന ഒരു അച്ചായൻ രക്ഷിക്കപ്പെടുവാൻ അന്നിടയായി. നോക്കണേ, അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് ഒരു പ്രതികൂലമെന്ന് കണ്ടാൽ ഒഴിഞ്ഞു കളയാൻ പാടില്ല. കൃത്യതയോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ കഴിയണം. അദ്ദേഹമാണ് ആ ദേശത്തുള്ള ഒന്നാമത്തെ വിശ്വാസി. അദ്ദേഹം മുഖാന്തരം അവിടെ അവർ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്നും ഫ്രീ ആയിട്ട് കിട്ടി. അങ്ങനെ ഇന്ന് അവിടെ ഒരു കൂട്ടമുണ്ട്. ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒരു കാര്യം നമ്മൾ അറിയണം, നമ്മൾക്ക് നമ്മുടെ പ്രാണനെ പോലും അപ്രിയമായി കണ്ടുകൊണ്ട് ഈ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കുവാൻ കഴിയുമോ? അതാണൊരു വലിയ ചോദ്യചിഹ്നം. ഓരോ സ്ത്രീയുടെ ജീവിതത്തിൽ നമുക്കിവിടെ വളരെയധികം ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. തൻ്റെ ജീവിതം എങ്ങനെ കർത്താവിന് വേണ്ടി. അനേക വിശുദ്ധന്മാർ 1-ാം നൂറ്റാണ്ടിൽ തൻ്റെ പ്രാണനെ അപ്രിയമായി കണ്ടവരാ. അതിലൊരാളാണ് എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന വ്യക്തി. നമുക്കറിയാം, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ, ഞാനെടുത്ത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 2-ന്റെ-30 വാക്യം ഞാൻ വായിക്കാം. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയിൽ കുറവ് തീർപ്പാനല്ലോ
അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ഈ അവരെന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 25-ാം വാക്യത്തിലുണ്ട് എപ്പഫ്രാദിത്തോസിനെ കുറിച്ചാണ്. അപ്പം എപ്പഫ്രാദിത്തോസും തൻ്റെ പ്രാണനെ പോലും കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുവാനായിട്ട് മനസ്സൊരുക്കമുള്ള ഒരു വ്യക്തിയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നമുക്ക് ഒരുപാട് പ്രതികൂലങ്ങളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ പ്രാണനെ കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെത്താൻ ത്യജിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. തൻ്റെ പ്രാണനെ അപ്രിയമായി കണ്ടുകൊണ്ടുള്ള ജീവിതമാണ്. ഏത് സമയത്തും കർത്താവിന് വേണ്ടി എന്തുമായി തീരുവാനുള്ള ഒരു വലിയ ഒരുക്കം നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, പൗലോസ്ലീഹ തന്നെ തൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 23 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം. അവിടെ 23 മുതൽ 27 വരെ ഞാൻ പെട്ടെന്ന് വായിക്കാം. അതെ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകന്മാരോ, ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. നോക്കണമേ, ഒരു നല്ല ദൈവദാസൻ കർത്താവിനാൽ പിടിക്കപ്പെട്ടതിന് ശേഷം കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുക. അതിനു മുൻപുള്ള ജീവിതം എങ്ങനെയായിരുന്നു നമുക്കറിയാം. എന്നാൽ ഇവിടെ കർത്താവിനാൽ പിടിക്കപ്പെട്ട ശേഷം ഏതെല്ലാം നിലയിൽ നമ്മൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ അനന്യാസിനോട് പറയുമ്പോൾ വായിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവിടെ കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ നാമത്തിന് വേണ്ടി, അല്ലേ? അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. നോക്കണം പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നേട്ടമുള്ളൊരു കാര്യമില്ല കേട്ടോ. നിത്യതയിൽ ഇതിനേക്കാൾ വലിയ നേട്ടമുള്ളൊരു കാര്യമില്ല. ഈ ചെറിയൊരായുസിൽ, ഈ അല്പകാലത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി സഹിക്കേണ്ടി വരുന്നത് ഇതൊരു ഭാഗ്യ പദവിയാണ്. നിത്യതയ്ക്ക് വേണ്ടി ഒരു വലിയൊരു മുതൽക്കൂട്ടാണ്. C.T. സ്റ്റഡ് എന്ന് പറയുന്ന ദേവദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഒരേ ഒരു ജീവിതം കർത്താവിന് വേണ്ടി ചെയ്തത് മാത്രം എന്നേക്കും നിലനിൽക്കും. എന്തൊരു നല്ല സ്റ്റേറ്റ്മെൻറ്റാ അല്ലേ? അതാ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടും കർത്താവിന് വേണ്ടി ചെയ്തത്, കർത്താവ് നമ്മളെ തൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചതെന്ന് പറയുന്നത് ഒന്നുകൂടെ യോഗ്യം. അങ്ങനെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ കഴിയുന്നെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ നിത്യതയിൽ വളരെയധികം ദൈവത്താൽ മാനിക്കപ്പെടും. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ പ്രാണനെയും കൂടി അപ്രിയമായി എണ്ണുവാൻ കഴിയുന്നുണ്ടോ? ജയാളികളായി തീരണമെങ്കിൽ ഇത് അനിവാര്യമായ കാര്യമാണ്. ഞാൻ ആ ഒരു വാക്യം കൂടെ തൽക്കാലം ഇന്ന് വായിച്ചിട്ട് ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യമാണ്. ജയാളികളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. ജയാളികളെക്കുറിച്ചാണ്, ജയിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? മരണപര്യന്തം. അപ്പോൾ ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല എന്ന് പറഞ്ഞാൽ ജയാളികൾ ആരാണ്? മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിക്കാത്തവർ, അല്ല തങ്ങളുടെ പ്രാണനെയും കൂടി കർത്താവിന് വേണ്ടി വെച്ചു കൊടുത്തവർ. പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും സത്യത്തിന് വേണ്ടി നിൽക്കണം. ഇന്ന് അനേക കാര്യങ്ങൾ സത്യമല്ലെങ്കിലും
ആൾക്കാർ കോംപ്രമൈസ് ചെയ്ത് പോവുകയാണ്. കാരണം അവർക്കല്ലെങ്കിൽ വലിയ പ്രതികൂലങ്ങൾ നേരിടേണ്ടി വരും, അവർ ഒറ്റപ്പെടും. ലോകത്തിൽ നിന്നും അനേക കഷ്ടങ്ങൾ നേരിടേണ്ടി വരും. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, കർത്താവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വിശുദ്ധനാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയട്ടെ, ഒരിക്കലും ഈ ലോകത്തിൻ്റെ സമ്പ്രദായങ്ങൾക്കനുസരിച്ച് ഒഴുകരുതേ. ദൈവം സത്യം വെളിപ്പെടുത്തരുന്നെങ്കിൽ ആ സത്യത്തെ നമ്മൾ മുറുകെ പിടിക്കണം. കാരണം അത് മാത്രമേ എന്നേക്ക് നിലനിൽക്കുന്നുള്ളൂ, അത് മാത്രമേ മാറ്റമില്ലാത്തതുള്ളൂ. ദൈവത്തിൻ്റെ കൃപയാണ് നമുക്കത് വെളിപ്പെട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ വെളിപ്പെട്ട് കിട്ടുന്ന സത്യത്തെ മുറുകെ പിടിക്കുന്നില്ല എങ്കിൽ തുടർന്ന് നമുക്ക് ഈ സത്യത്തെക്കുറിച്ചുള്ള പ്രകാശനം ലഭിക്കാതെ വരും. അതിനിടയാകാതിരിക്കട്ടെ. നമുക്ക് ഈ ഒരേ ഒരു ആയുസ് അത് കർത്താവിന് വേണ്ടി ജീവിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിന് ജീവിക്കാം. കർത്താവ് ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തു, മരിക്കുന്നുവെങ്കിൽ ലാഭം എന്ന് നമുക്ക് പറയാനിടയാകട്ടെ. നമ്മുടെ പ്രാണനെ നമ്മൾ രക്ഷിക്കാൻ നോക്കിയാൽ നമുക്ക് ഈ ഒരു സാക്ഷ്യം നമുക്ക് നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാണന്റെ രക്ഷ എന്നുള്ള ഈ വിലപ്പെട്ട കാര്യം നമ്മൾ ഇനിയും ആഴമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ കണ്ടല്ലോ, ജയാളിയായിരിക്കുന്ന പൗലോസ്ലീഹ തൻ്റെ ഓട്ടം തികയ്ക്കുമ്പോൾ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം പ്രാപിക്കുവാനായിട്ട് ഞാൻ പോകുക. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച ഏവർക്കും അത് ലഭിക്കും. നമുക്കറിയാം 2 തിമോത്തി 4:7-8 വാക്യങ്ങൾ. ഇതൊക്കെ ഞാൻ എടുത്ത് പ്രത്യേകം വായിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, നമ്മൾ ജയാളികളായിരിക്കണം. ഇന്ന് ക്രിസ്തു വിശ്വാസികൾ നല്ലൊരു പങ്കും അവർ ജയാളികളല്ല. ഇന്നത്തെ തലമുറയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരല്ലെന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം പലരും വെള്ളത്തിൽ മുങ്ങിയതാ, എന്നാൽ അവർക്ക് രക്ഷാനുഭവമില്ല. എത്ര ദുഃഖകരമായൊരു അനുഭവമാണ്. നമ്മൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, കർത്താവ് നമ്മളിൽ ജനിച്ച വളരുന്ന, കർത്താവ് ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാണനെ അപ്രിയമായി കാണുവാൻ കഴിയണം. കർത്താവിനാൽ ജീവിക്കുവാൻ, കർത്താവിന് ജീവിക്കുവാൻ, കർത്താവ് മഹത്വമെടുക്കുവാൻ നമ്മുടെ ജീവിതത്തിലൂടെ ഇടയാകണം. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അല്പകാലം, ഈ ചെറിയൊരായുസ്, ഈ ജീവിതം നിത്യതയുടെ കാഴ്ചപ്പാടിൽ കർത്താവിനാൽ നമ്മൾ ഏറിയ പ്രതിഫലങ്ങൾ പ്രാപിക്കുന്ന, നല്ലവനും വിശ്വസ്തനും എന്നുള്ള ആ വിളി കേൾക്കുന്ന ആ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് ജയാളികളായി തീർന്നുകൊണ്ട് നിത്യം കർത്താവിനോടുകൂടെ രാജ്യം ഭരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് നമ്മുടെ പ്രാണനെയും അപ്രിയമായി കാണാം. പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. കാരണം എനിക്ക് ദൈവം ഒരു ദൗത്യം തന്നിട്ടുണ്ട്. ആ ദൗത്യം നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ പ്രാണനല്ല. നോക്കണം, എത്ര വിലപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാ ദൈവമക്കളോടും ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ നശിച്ചു പോകുന്ന മായാ ലോകത്തിൻ്റെ പിന്നാലെ പോയി നിത്യതയെ നഷ്ടമാക്കല്ലേ, നിത്യതയിൽ ലഭിക്കേണ്ട പ്രതിഫലങ്ങൾ നഷ്ടമാക്കല്ലേ. നമ്മുടെ ഈ ചെറിയൊരായുസ്, ഈ നമ്മുടെ പ്രാണൻ നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി, സുവിശേഷത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെലവിട്ടാൽ നിത്യതയിലേക്ക് നമ്മുടെ പ്രാണനെ നേടുവാനിടയാവും. അത് നമുക്ക് വലിയ പ്രതിഫലങ്ങൾക്ക് പാത്രമാകുവാൻ കാരണമായി തീരും. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഒരു നല്ല തീരുമാനത്തിൽ, ഒരു നല്ല സമർപ്പണത്തിൽ കർത്താവിന് ജീവിക്കുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് എല്ലാവർക്കും ഇടയാക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സന്ദേശം കൂടി അവസാനിപ്പിക്കുന്നു. കർത്താവിന് മാത്രം മഹത്വമുണ്ടാകട്ടെ. ആമേൻ.